ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ഒരു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് വീഡിയോ ചെയ്യുന്നത്. എങ്ങനെ ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് IPO കിട്ടി, ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത്? അപ്പം വളരെ സിമ്പിളാണ് ബ്രോക്കറേജ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് ചോദിച്ചു, എൻ്റെ NRI ആണ്, ഇൻവെസ്റ്ററാണ്. ഇൻവെസ്റ്റ് ചെയ്ത് എങ്ങനെ ഒരു പ്രോഫിറ്റ് ഉണ്ടാകും, അല്ലെങ്കിൽ നമുക്ക് ഷെയർ മാർക്കറ്റിൽ നിന്ന് എങ്ങനെ ഒരു പാസീവ് ഇൻകം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ മൊത്തം പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി തോന്നിയാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡയറക്റ്റ് വീഡിയോ ഇടുക. എങ്ങനെയാണ് ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് തുടങ്ങുന്നത്? പലർക്കും ഡൗട്ടാണ് ഒരു ബ്രോക്കറേജ് അക്കൗണ്ട് എങ്ങനെ തുടങ്ങുന്നത്. അപ്പം അതിനൊരു സ്പെസിഫിക് ആൻസർ നമുക്ക് ബ്രോക്കറേജ് അക്കൗണ്ട് പ്രത്യേകിച്ച് നമുക്ക് ബാങ്കുകാരോട് ചോദിച്ചാൽ പോലെ, ഇപ്പോൾ ADCB, ഞാൻ ഉപയോഗിക്കുന്ന ബാങ്ക് ADCB ആണ്. അപ്പം ADCB ബാങ്കുകാരോട് ചോദിച്ചാൽ പോലെ ബ്രോക്കറേജ് അക്കൗണ്ടിനെ കുറിച്ച് അവൈഡ് വരില്ല. പക്ഷേ നിങ്ങൾ അതിൻ്റെ DFM ആപ്പിൽ വഴി നിങ്ങൾ അതിൻ്റെ ഇമെയിൽ എടുക്കുക, ഇമെയിൽ ചെയ്യുക, അല്ലെങ്കിൽ നമ്പർ എടുത്ത് വിളിക്കാൻ ശ്രമിക്കുക. ഇമെയിൽ അയച്ചാൽ ഞാനൊരു ഇമെയിൽ അയച്ച ഒരാളാണ്. ഞാൻ ADCBയിൽ എൻ്റെ അക്കൗണ്ട് ADCBയിലാണ്. അപ്പോൾ ADCB ഞാൻ മെയിൽ അയച്ചിരുന്നു. അപ്പോൾ ആ മെയിലിൽ റിപ്ലൈ വന്നിങ്ങനെയാണ്: താങ്ക് യു ഫോർ കോൺടാക്ടിങ് ADCB സെക്യൂരിറ്റി LLC ഓൺ ദ ലീഡിംഗ് ബ്രോക്കറേജ് ഹൗസ് ഇൻ UAE. ഞാൻ അയച്ച ഇമെയിൽ ID contact@adcb.com. ഈ ഇമെയിൽ ID എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ നമ്മൾ കണ്ട പോലെ ബ്രോക്കറേജ് ഫേമിൻ്റെ ഡീറ്റെയിൽ എടുത്തപ്പോൾ അതിനൊന്നും കിട്ടിയാണ്. ഞാൻ എന്തുകൊണ്ട് ADCB പോയെന്ന് വെച്ചാൽ എൻ്റെ ബാങ്ക് അക്കൗണ്ട് ADCBയിലാണ്, അതുകൊണ്ടാണ് ഞാൻ ADCB തന്നെ പോയത്. പിന്നെ അത് തന്നെ പറഞ്ഞു, ടു അപ്ലൈ ADCB സെക്യൂരിറ്റി അക്കൗണ്ട് സിംപ്ലി ഫോളോ ദ സ്റ്റെപ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്കൊരു ADCBയിലാണെങ്കിൽ ADCBയുടെ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കണം. അത് ADCBയിൽ ഒരു നോർമൽ അക്കൗണ്ട് നമുക്ക് ഓപ്പൺ ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഏത് ബാങ്ക് ആണെങ്കിലും അവരുടെ നോർമൽ ഒരു അക്കൗണ്ട്, അവരുടെ ത്രൂ ഒരു അക്കൗണ്ട് ഓപ്പൺ ആയിരിക്കും. അപ്പം ഏറ്റവും ഓപ്റ്റായിട്ടുള്ള നിങ്ങൾക്ക് ഏതിനകത്തൊന്നും അക്കൗണ്ടുള്ള ആ ബാങ്ക് സെക്യൂരിറ്റീസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ സെക്യൂരിറ്റീസ്, അതായത് നമ്മുടെ DFM ആപ്പിൽ ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ടെന്ന്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ബാങ്ക് ഉണ്ടോ നോക്കുക. ഏകദേശം എല്ലാ ബാങ്കും ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, അക്കൗണ്ട് ഈസ് മാൻഡേറ്ററി. അതായത് ഏത് ബാങ്കാണ് ആ ബാങ്കിലെ അക്കൗണ്ട് മാൻഡേറ്ററി ആണെന്ന് ഓൾറെഡി പറയുന്നുണ്ട്. നമുക്കിത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ADCBയുടെ ബ്രാഞ്ചിൽ പോവുക, സെക്യൂരിറ്റി ബ്രാഞ്ചിൽ പോവുക. ADCB സെക്യൂരിറ്റി ബ്രാഞ്ച്. ഇപ്പോൾ അബുദാബിയിലാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലൊക്കേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ ADCB ഹെഡ്ക്വാർട്ടേഴ്സ്, ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റ് കിട്ടും. ദുബായിലാണെങ്കിൽ ദുബായ് ഫിനാൻഷ്യൽ സെൻറ്റർ, ട്രേഡിംഗ് ഹോൾ ഗ്രൗണ്ട് ഫ്ലോർ, വേൾഡ് ട്രേഡ് സെൻറ്റർ, ഷെയ്ഖ് സയ്യിദ് റോഡ്. വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ റൗണ്ട് ബോട്ട് എടുക്കുക. ടുവേർഡ്സ് വേൾഡ് ട്രേഡ് സെൻറ്റർ പോകുന്നതിൻ്റെ അവിടുന്ന് ആ ഒരു റൗണ്ട് ബോട്ടിൽ തന്നെ റൈറ്റ് എടുത്താൽ നിങ്ങൾക്ക് ദുബായ് സെക്യൂരിറ്റീസ്, അതായത് DFMൻ്റെ ഓഫീസിലോട്ട് പോകാൻ പറ്റും. ആ ഓഫീസിൽ ചെല്ലുക. ഓഫീസിൽ നമുക്ക് കയറുന്നതിന് ഒരു ഇതുമില്ല, റെസ്ട്രിക്ഷൻ ഇല്ല. അവിടെ കയറി ചെല്ലുക, റിസപ്ഷൻ ചോദിക്കുക നിങ്ങളുടെ ബാങ്ക്, അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് അത് കഴിഞ്ഞ് DFMൻ്റെ ഒരു ട്രേഡിംഗ് ഏരിയ ഉണ്ട്, അവിടെ നടന്ന് കയറി ചെല്ലുക. നിങ്ങൾ വീഡിയോ കാണുന്ന പോലെ അതിനകത്തോടെ നടന്ന് കയറി ചെല്ലുക. അവിടെ കയറി ചെന്നാൽ നിങ്ങൾക്ക് ഓപ്പൺലി കാണാൻ പറ്റും ADCB അങ്ങനെ പല പല ബാങ്കുകളുടെ ഇത് കാണാൻ പറ്റും. ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ഷെയർ ചെയ്യുന്ന CSD അവിടെ ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ ഏത് ബാങ്കാണെന്ന് ബാങ്കിൽ ചെല്ലുക. നിങ്ങളുടെ IFSC നമ്പർ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഉണ്ടായിരിക്കണം. പിന്നെ നിങ്ങളുടെ ഒറിജിനൽ പാസ്പോർട്ട്, അതായത് ഒറിജിനൽ പാസ്പോർട്ട് തന്നെ വേണം. എമിറേറ്റ്സ് ID ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ട്. IFSC നമ്പറും എമിറേറ്റ്സ് IDയും ഒറിജിനൽ പാസ്പോർട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട പാടില്ല. അവരൊരു ബുക്ക്ലെറ്റ് തരും. ആ ബുക്ക്ലെറ്റ് മേടിക്കുക, ഫില്ല് ചെയ്യുക, അവിടെ തന്നെ സബ്മിറ്റ് ചെയ്യുക. സിമ്പിളായിട്ട് അതിന് എന്നിട്ട് അവിടെ തന്നെ നിന്ന് ക്ലിയർ ചെയ്യുക. എന്തെങ്കിലും അതിനകത്ത് തിരുത്തുകളുണ്ടെങ്കിൽ അവിടെ വീണ്ടും സൈൻ ചെയ്യാൻ മറക്കരുത്. സൈൻ ചെയ്യുക, എന്നിട്ട് അക്കൗണ്ട് ഓപ്പണിങ് കൊടുക്കുക. അപ്പം അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 1 or 2 വീക്സിനുള്ളിൽ നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കി. ഇനി നമുക്ക് DFM ആപ്പിൽ കയറി നോക്കാം. ഞാനിപ്പോൾ DFM ആപ്പിൽ കയറിയിരിക്കുകയാണ്. DFM ആപ്പിൽ നമുക്ക് കയറിയിട്ട് മെമ്പേഴ്സ് സെലക്ട് ചെയ്യുക, ബ്രോക്കറേജ് ഫേം സെലക്ട് ചെയ്യുക. ഈ ബ്രോക്കറേജ് ഫേം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഫസ്റ്റ് കിടക്കുന്ന ADCB സെക്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഞാനും കൂടുതലായിട്ട് നോക്കാൻ പോയില്ല. ADCB സെക്യൂരിറ്റി തന്നെ പോയി നമുക്ക് ഇതിനകത്ത് വെബ്സൈറ്റ് കിടപ്പുണ്ട്, അതിൻ്റെ ടെലിഫോൺ നമ്പർ, ഫാക്സ്, പിന്നെ ഇമെയിൽ ID കിടപ്പുണ്ട്. പിന്നെ ഉള്ളത് ADIB സെക്യൂരിറ്റീസ് ഉണ്ട്. പിന്നെ അൻസാരി ഫിനാൻസ് സർവീസ് ഉണ്ട്. അത് കഴിഞ്ഞ് താഴോട്ട് പോയാൽ നമുക്ക് അങ്ങനെ കുറേ കമ്പനീസ് നമുക്ക് ബാക്കിയൊന്നും ഫെമിലിയർ അല്ലെങ്കിൽ പോലും നമുക്ക് കുറേ കമ്പനീസ്, ഇപ്പം ദുബായ് ഇസ്ലാമിക് ഫിനാൻസ് സർവീസ് ഉണ്ട്, CDB ഫിനാൻസ് സർവീസ് ഉണ്ട്, എമിറേറ്റ്സ് NBD സെക്യൂരിറ്റീസ് ഉണ്ട്, എമിറേറ്റ്സ് ഇസ്ലാമിക് ഫിനാൻസ് സെക്യൂരിറ്റീസ് ഉണ്ട്. അങ്ങനെ ഫാബ് സെക്യൂരിറ്റീസ്, നിങ്ങൾ നെയിം ഇറ്റ്, നിങ്ങൾ ഏത് ബാങ്കാണോ ചെക്ക് ചെയ്യുക. അതിവിടെ നിങ്ങൾക്ക് ഉറപ്പ്. HDFC സെക്യൂരിറ്റീസ്, മഷബ് സെക്യൂരിറ്റീസ്, അങ്ങനെ മീന ക്രോപ്പ് ഫിനാൻസ് സെക്യൂരിറ്റീസ്, ഷാർജ ഇസ്ലാമിക് ഫിനാൻസ് സെക്യൂരിറ്റീസ്, അങ്ങനെ വേണ്ട എല്ലാ സെക്യൂരിറ്റീസും ഇവിടെ ഉണ്ടാകും. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ഓഫീസിൽ പോവുക. അതെവിടെയാണെന്ന് വെച്ചാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ട്രേഡ് സെൻറ്റർ റൗണ്ട് ബോട്ടിൽ നിന്ന് ട്രേഡ് സെൻറ്റർ പോകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള കാണുന്ന ഓഫീസാണ്. അതായത് നമ്മുടെ പഴയ ഏറ്റവും ഓൾഡസ്റ്റ് ട്രേഡ് സെൻറ്റർ ബിൽഡിങ്ങിലോട്ട് കയറി ചെല്ലുന്ന അവിടെ തന്നെയാണ്. ആരും റെസ്ട്രിക്ട് ചെയ്തില്ല, നിങ്ങൾക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യാം. പാർക്കിംഗ് ചാർജ് മാത്രം ഉണ്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നടന്ന് ചെല്ലുക, എന്നിട്ട് നേരെ ഓഫീസിൽ കയറുക. ഓഫീസിൽ കയറിയിട്ട് നിങ്ങളുടെ ഏത് ബാങ്കാണോ ആ ബാങ്കിൻ്റെ അടുത്ത് ചെല്ലുക. റിസപ്ഷൻ ചോദിച്ചാൽ നിങ്ങളുടെ ബാങ്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഇനി അതുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബാങ്കുകളുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. കയറുക, നിങ്ങൾക്ക് ഒരു സിമ്പിളായിട്ട് ഒരു 15 to 20 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇത് ഫില്ലപ്പ് ചെയ്ത് നിങ്ങൾക്കൊരു അക്കൗണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് ബ്രോക്കറേജ് അക്കൗണ്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഇതെല്ലാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനകത്ത് ചെക്ക് ചെയ്യുക അത് റിജക്ഷൻ വല്ലാകുന്നുണ്ട്. ബിക്കോസ് അതിനകത്ത് വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കോ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയുള്ള അങ്ങനെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റിജക്റ്റ് ആവും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് മെയിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ മെയിലിനകത്ത് അത് കൺഫർമേഷൻ വരും റിജക്റ്റ് ആയില്ല എന്നുള്ളത്. അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് DFM അല്ലെങ്കിൽ ദുബായ് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും വിത്ത് ഹെൽപ്പ് ഓഫ് എ ബ്രോക്കർ. അപ്പം IPOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അതായത് IPO ഫസ്റ്റ് ടൈം മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ബ്രോക്കറിൻ്റെ ആവശ്യമില്ല. DFM ആപ്പ് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്കൊരു ബ്രോക്കർ വേണമെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വീണ്ടും നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ബ്രോക്കറിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ബ്രോക്കറിൻ്റെ അതിൻ്റെ ഫീസും കാര്യങ്ങളും വെച്ച് നമുക്ക് വേറെ വീഡിയോ ചെയ്യും കമ്പാരിസണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. ബിക്കോസ് നല്ലൊരു വെൽത്ത് ക്രിയേഷൻ മെത്തേഡാണ് മെത്തേഡാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇൻവെസ്റ്റിംഗ് വഴി അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നല്ല രീതിയിൽ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാർക്ക് ഇവിടെ റിട്ടയർ ആകുന്ന വരെ ജോലി ചെയ്ത് നാട്ടിൽ ചെന്നാലും നമ്മുടെ പൈസ തികയാതെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്കൊന്ന് ഇൻവെസ്റ്റ് ചെയ്ത് നല്ലൊരു ഫിഗർ, നല്ലൊരു ഇൻകം, നല്ലൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ് മാനെ പോലെ തന്നെ നമുക്കൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ജോലി ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റാത്ത പലരും ഇവിടെ ഉണ്ട്. അപ്പോൾ എന്നെ പോലുള്ള ആൾക്കാർ നമുക്കൊരിക്കലും ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് നമുക്ക് അതിനുള്ള കാലിബറോ അല്ലെങ്കിൽ അതിനുള്ള ഫണ്ടോ ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ ബിസിനസ്സിൽ പൈസ ഇടാൻ പറ്റും. ഈ ഷെയർ കുറച്ച് നമ്മുടെ ഇപ്പം ഞാൻ തന്നെ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ 3-4 വർഷമായിട്ട് എല്ലാ മാസം 25,000 വെച്ച് ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ 25,000 വെച്ച് 3 വർഷം ഇൻവെസ്റ്റ് ചെയ്ത് 12 മാസം വെച്ച് നോക്കുമ്പോൾ ഏകദേശം 7 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ആ 7 ലക്ഷം രൂപ ഏകദേശം 180% ഡെവലപ്പ് ആയ 18 lakhs-ഓളം ഡെവലപ്പ് ആയത്. അങ്ങനെ നമുക്ക് ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റിംഗ് വഴി. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഞാൻ റിപ്ലൈ ചെയ്യുന്ന സമയം പോലെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.